ഹലോ അസ്സാം വലൈക്കും. ഞാൻ ഇന്ന് വന്നിട്ടുള്ള ഈ വീടിൻ്റെ ഹോം ടൂറായിട്ടാണ് കേട്ടോ. അപ്പോൾ ഈ വീടിൻ്റെ ലൊക്കേഷൻ ആനക്കയം ചെക്ക് പോസ്റ്റാണ്. ഇർഷാദ് റിസ്ല ദമ്പതികളുടെ വീടാണിത്. അപ്പോൾ ഇത് 2500 സ്ക്വയർ ഫീറ്റാണ്. 37 ലക്ഷമാണ് ഇതിൽ ഫുള്ളായിട്ട് കോസ്റ്റ് വന്നിട്ടുള്ളത്. ഇതിന് ഫർണിച്ചർ ടോട്ടലായിട്ട് ചിലവായത് 10 ലക്ഷമാണ്. ഈ വീട്ടിൽ പെയിൻറ്റ് കളർ ഉപയോഗിച്ചിട്ടുള്ളത് ബ്ലാക്കും വൈറ്റും ഗ്രീനുമാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഈ 3 കളറിലാണ് ഈ വീട് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഈ വീടിൻ്റെ ഈ ഒരു സൈഡ് വുഡൻ കോമ്പിനേഷനിലാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. 2 സൈഡും 2 രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. മറ്റേ സൈഡ് ചെയ്തതിൽ ബ്ലാക്ക് കോമ്പിനേഷനിലാണ്. ഇതിൽ ചുമരിൽ ഈ ഭാഗത്ത് ഇത് ഉപയോഗിച്ചിട്ടുള്ളത് ഗ്ലാഡിൻ ടൈലാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഒരു ലൈറ്റും സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈ ഭാഗത്തുള്ള വിൻഡോസിനൊക്കെ കൊടുത്തിട്ടുള്ളത് വുഡിൻ്റെ കളറാണ് കേട്ടോ പെയിൻറ്റ് ചെയ്തിട്ടുള്ളത്. ഈ ഭാഗത്ത് ഫുള്ളായി ബ്ലാക്ക് കൊണ്ടാണ് കവർ ചെയ്തിട്ടുള്ളത്. ഇവിടെ മുകളിലൊരു സിറ്റ് ഔട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കമ്പി തൊട്ട് ഇവിടെ അതിൻ്റെ ഡോറും ഒക്കെ ബ്ലാക്കാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ താഴെ വിൻഡോ ഉള്ള അതിനും ബ്ലാക്ക് കളറാണ് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു സൈഡിലാണ് കാർ പോർച്ച് കൊടുത്തിട്ടുള്ളത്. കാർ പോർച്ചിൻ്റെ ഈ ഒരു ഭാഗം ഫുള്ളായിട്ട് ഓപ്പൺ ആക്കി കൊടുത്തേക്കാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് പുറത്തുള്ള വിശേഷങ്ങൾ. നമുക്ക് അകത്തുള്ള വിശേഷങ്ങളൊന്ന് കണ്ടു നോക്കാം. സിറ്റൗട്ടിൽ സ്റ്റെപ്പിൽ ഉപയോഗിച്ചിട്ടുള്ളത് ലംബോത്ര ഗ്രാനൈറ്റ് ആണ്. ബ്ലാക്ക് ആൻഡ് ബ്രൗൺ കളറാണ് ഉപയോഗിച്ചിട്ടുള്ളത്. സ്റ്റെപ്പിൻ്റെ 2 സൈഡിലുമായിട്ട് ആർട്ടിഫിഷ്യൽ ഗ്രാസ് ഉപയോഗിച്ചിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയുണ്ട് കേട്ടോ ഇതിങ്ങനെ കാണാൻ. 2 സ്റ്റെപ്പാണ് അകത്തേക്ക് കയറാൻ കൊടുത്തിട്ടുള്ളത്. സിറ്റൗട്ടിലെ ഡോറ് GIP പൈപ്പ് ഉപയോഗിച്ചിട്ടുള്ള ഡോറാണ് കൊടുത്തിട്ടുള്ളത്. നീക്കണ മോഡലാണ്, തുറക്കണ മോഡലല്ല കൊടുത്തിട്ടുള്ളത്. സിറ്റൗട്ടിലെ തിണ്ടിൽ വൈറ്റ് ടൈലാണ് ഉപയോഗിച്ചിട്ടുള്ളത്. താഴെ ഒരു ക്രീമിൽ ചെറിയൊരു ഡിസൈൻ വരുന്ന മോഡലായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത്. ടൈലിൽ ഗ്ലോസി മോഡലാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇത് ഫുള്ളായിട്ട് ഗ്ലോസി മോഡലാണ് ഉപയോഗിച്ചിട്ടുള്ളത്. കിച്ചണിൽ മാത്രം ഈ ഒരു ടൈലിൻ്റെ മാറ്റാണ് ഉപയോഗിച്ചിട്ടുള്ളത്. രണ്ട് സൈഡിലും വിൻഡോ കൊടുത്തിട്ടുണ്ട്. ഡോറിന് കുറച്ച് സ്പേസ് കൊടുത്തിട്ടാണ് വിൻഡോ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു തിണ്ടിന് താഴെയായിട്ട് ഒരു കബോർഡ് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ട് ഡോർ ഡബിൾ ഡോറാട്ടോ ഉപയോഗിച്ചിട്ടുള്ളത്. ഇത് തേക്ക് കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. റൈറ്റ് സൈഡിൽ ചുമരിൽ ഇങ്ങനെ ഒരു മോഡൽ കൊടുത്തേക്കാണ് കേട്ടോ. ലെഫ്റ്റ് സൈഡിലാണ് സോഫ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഈ വീട്ടിലെ എല്ലാ ഫർണിച്ചറും തേക്ക് കൊണ്ടാട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത്. ടീപ്പോയ് ഗ്ലാസിൻ്റെ മോഡൽ ഒഴിവാക്കി ഫുള്ളായിട്ട് വുഡ് ഉപയോഗിച്ചാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. മുകളിൽ കുറച്ച് ഉയർന്ന ഇതിലായിട്ട് ഉണ്ടാക്കില്ല ഈ ലിവിങ് ഏരിയ ചെയ്തിട്ടുള്ളത്. നല്ല ഭംഗിയുള്ളൊരു ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഈ ലൈറ്റിൻ്റെ ഹാൻഡ് ലൈറ്റാണ് കേട്ടോ താഴെ പോവാം സോഫേൻ്റെ അടുത്ത് ഇങ്ങനെ കൊടുത്തിട്ടുള്ളത്, മുകളിൽ കൊടുത്തിട്ടുള്ളത്. ലിവിങ് റൂമും ഡൈനിങ് ഹാളും ഇതുപോലെയായിട്ട് പാർട്ടീഷൻ ചെയ്തിട്ടുള്ളത്. ഇത് ഐലാൻഡ് ഷീറ്റിലാണ് ചെയ്തിട്ടുള്ളത്. ഐലാൻഡ് ഷീറ്റ് ചിരട്ട ഉപയോഗിച്ചിട്ടുള്ളൊരു മെറ്റീരിയലാണിത്. അതിൽ വുഡ് ഡിസൈൻ ചെയ്തൊക്കെയാണ്. സ്ക്വയർ ഫീറ്റിന് 300ൻ്റെ അടുത്ത് വരുന്നുണ്ട് ഇതിന്. ഡെക്കൂഡ് എന്നാണ് ഇതിന് പറയുന്നത്. ലിവിങ് ഏരിയ കഴിഞ്ഞിട്ടുള്ള ഭാഗത്ത് ഈ ഒരു മോഡലിലാണ് സീൽ ചെയ്തിട്ടുള്ളത്. ഒരു ഹാൻഡ് ലൈറ്റും കൊടുത്തിട്ടുണ്ട്.
ഫ്രണ്ട് ഡോറ് തുറന്ന് കുറച്ച് സ്ഥലം വരെ ഇങ്ങനെ ഈ വുഡിൻ്റെ ടൈലായിട്ട് ഉപയോഗിച്ചുള്ള ഡൈനിങ് ഹാളിൽ എത്തുവരെയാണ് അത് കൊടുത്തിട്ടുള്ളത്. ഇവിടെയാണ് ഈ ഒരു ബെഡ്റൂം സെറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ. താഴെ ടോട്ടലായിട്ട് 3 ബെഡ്റൂമാണുള്ളത്. ഇതാണ് കോമൺ ആയിട്ടുള്ള ബാത്റൂം. വാഷ് ബേസ് വൈറ്റ് കളറായിട്ടോ സെറ്റ് ചെയ്തിട്ടുള്ളത്. മുകളിലായിട്ട് ലൈറ്റും കൊടുത്തിട്ടുണ്ട്. സ്റ്റെയർ കേസിൻ്റെ താഴെയായിട്ട് ഒരു കബോർഡ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഒരു ബെഡ്റൂം. ഇത് ഈ വാഷ് ബേസിൻ്റെ അടുത്തുള്ള ബെഡ്റൂമാണ്. ഈ വീട്ടിൽ ബെഡ്റൂമിലെല്ലാം സെയിം പാറ്റേണിലാണ് ചെയ്തിട്ടുള്ളത്. സീലിങ്ങിൽ മാത്രമേ റൂമിൽ മാറ്റം വരുത്തിയിട്ടുള്ളൂ. കബോർഡ്, കട്ടിൽ, ലൈറ്റ് ഇതെല്ലാം ഒരേ പാറ്റേൺ തന്നെ ചെയ്തു കൊടുത്തിട്ടുള്ളത്. സീലിംഗ് ഡിസൈനിൽ മാത്രം മാറ്റം വരുത്തിയിട്ടുള്ളൂ. കളർ കോമ്പിനേഷൻ വുഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. കർട്ടനും എല്ലാം ഒരേ സെയിം തന്നെയായിട്ടോ ചെയ്തിട്ടുള്ളത്. കബോർഡ് വുഡ് ഡിസൈനാണ് ഉപയോഗിച്ചിട്ടുള്ളത്. വാഷ് ബേസിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഡൈനിങ് ടേബിൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഡൈനിങ് ടേബിളിൽ വൈറ്റ് ഗ്ലാസ് ആയിട്ട് ഉപയോഗിച്ചിട്ടുള്ളത്. ഡൈനിങ് ടേബിളിന് മുകളിലായിട്ട് ലൈറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഹാളിൽ ഈ ഒരു ലൈറ്റിൻ്റെ പാറ്റേൺ തന്നെയാണ് ഉപയോഗിച്ചിട്ടുള്ളത് കേട്ടോ. ഓരോ സെക്ഷനിലും ഓരോ മോഡലാണ് കൊടുത്തിട്ടുള്ളത്. അതിൽ ഇപ്പോൾ ഇവിടെ ഡൈനിങ് ഹാളിൽ കൊടുത്തിട്ടുള്ളത് ഹെവി ആയിട്ട് കൊടുത്തിട്ടുള്ളത്. ഇതിൽ സിംഗിൾ മോഡൽ ഈ ഹാളിൽ തന്നെ 2 സ്ഥലത്ത് കൊടുത്തിട്ടുണ്ട്. ഒന്ന് ലിവിങ് ഏരിയ കഴിയുന്ന ഭാഗത്താണ് കൊടുത്തിട്ടുള്ളത്, ഇനി ഒന്ന് കിച്ചൻ്റെ ഭാഗത്താണ് കൊടുത്തിട്ടുള്ളത്. ഇതാണ് ഒരു ബെഡ്റൂം. സെയിം പാറ്റേൺ തന്നെയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇതാണ് ഈ റൂമിലെ ബാത്റൂം. ഈ വീടിൻ്റെ 2 കാര്യങ്ങളാണ് ഹൈലൈറ്റ്. അല്ലെങ്കിൽ ഒരു കാര്യമാണ് ഇപ്പോൾ ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് കേട്ടോ. ഇത് ഡൈനിങ് ഹാളിൽ നിന്ന് തന്നെ ഒരു സിറ്റ് ഔട്ടും കൂടി ഈ വീടിനുണ്ട്. അപ്പോൾ സ്ത്രീകൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇത് സെറ്റ് ചെയ്തിട്ടുള്ളത്. താഴെ 2 സിറ്റ് ഔട്ടാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇവിടെ ഒരു ബെഞ്ച് കൊടുത്തിട്ടുണ്ട്. തിണ്ടിൽ വൈറ്റ് ടൈൽ തന്നെയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇത് മുകളിലായിട്ട് ഡിസൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ജിപ്സം ബോർഡിലാണ് ചെയ്തിട്ടുള്ളത്. ഈ സിറ്റോടിൽ നിന്ന് പുറത്തേക്കുള്ള ഡോറാണിട്ടത്. ഈ സിറ്റോടിൽ നിന്ന് നേരെ സ്റ്റെപ്പ് ഇറങ്ങിയാൽ കാർ പോർച്ചാണ് കേട്ടോ. ഈ സിറ്റോടിൽ പുറത്താണ് കേട്ടോ കബോർഡ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ചെരുപ്പൊക്കെ വെക്കാനുള്ളൊരു കബോർഡ് ആക്കിയിട്ടാണ് ഇവിടെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇതാണ് കിച്ചൺ ഏരിയക്കാട്ടോ നമ്മൾ അടുത്തത് പോകുന്നത്. ഇവിടെ ഈ ചുമരിൽ ചെയ്തിട്ടുള്ളത് ടെക്സ്ചർ വർക്കാണ് ഇതിൽ ഈ ചുമരിൽ ചെയ്തിട്ടുള്ളത്. മുകളിൽ ലൈറ്റും സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ലൈറ്റിൻ്റെ ഹെവി ലൈറ്റ് ഡൈനിങ് ടേബിളിൻ്റെ മുകളിലാണ് കൊടുത്തിട്ടുള്ളത്. ചുമരിൽ ലൈറ്റും സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈ ചുമരിൻ്റെ ലെഫ്റ്റ് സൈഡിൽ വരുന്നത് ബെഡ്റൂമാണ് കേട്ടോ. ഇത് ബെഡ്റൂമത്തെ ഡോറാണ്. റൈറ്റ് സൈഡിൽ വരുന്നത് കിച്ചണാണ്. അപ്പോൾ നമുക്ക് ലെഫ്റ്റ് സൈഡിൽ ഡോർ ആദ്യം തുറക്കാം കേട്ടോ. ഇത് ബെഡ്റൂം. കിച്ചൻ്റെ അടുത്ത് തന്നെയാണ് മാസ്റ്റർ ബെഡ്റൂം കൊടുത്തിട്ടുള്ളത്. ഈ വീട്ടുകാരുടെ തീരുമാനമുണ്ട് ഈ കിച്ചൻ്റെ അടുത്ത് തന്നെ മാസ്റ്റർ ബെഡ്റൂം കൊടുക്കണം എന്നുള്ളത്. മാസ്റ്റർ ബെഡ്റൂമാണ് ഇത് കൂടുതലായിട്ട് ഹെവി ആയിട്ട് ഒന്നും ചെയ്തില്ല. ആ സിമ്പിൾ പാറ്റേൺ തന്നെയായിട്ട് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്.
ബാത്റൂം ഈ ഒരു സൈഡിലാണ് കൊടുത്തിട്ടുള്ളത്. ഈ വീടിൻ്റെ ഒരു ഹൈലൈറ്റ് ആണ് കേട്ടോ ഈ ഒരു കിച്ചണ്. ഒരു വിശാലമായിട്ട് കിച്ചണാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു കിച്ചണിൻ്റെ വീഡിയോ വിശദമായിട്ടൊന്നും ഇട്ടാണ് കിച്ചൺ ടൂറായിട്ട് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തതുണ്ട്, ഞാൻ താഴെ ലിങ്ക് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു കിച്ചൺ ഇത്ര വിശാലമാകാനുള്ളൊരു ഇത് പറഞ്ഞാൽ ഈ ഒരു ടേബിൾ ഈ ഒരു കോർണറിൽ പോയതുകൊണ്ടാണ് കേട്ടോ. കാരണം ഇതിനായിട്ട് ഉള്ളിലേക്ക് തള്ളിയുള്ളൊരു സ്പേസാണ് ഇതിന് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇത്ര വിശാലമായിട്ട് നമ്മൾ ഈ ഒരു കിച്ചൺ ചെയ്യാൻ പറ്റിയത്. പിന്നെ അതുപോലെ തന്നെ ഇതിൽ അടുപ്പ് ഉപയോഗിച്ചിട്ടാണ് തന്നെ കുറച്ച് തള്ളി നിൽക്കുന്ന മോഡലിലാണ് ചെയ്തിട്ടുള്ളത്. പുറത്തേക്ക് തള്ളി നിൽക്കുന്ന മോഡലാണ് അത് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ കൂടുതലായിട്ട് വിശാലത തോന്നുന്നത് അതുകൊണ്ടാണ്. നമുക്ക് മുകൾക്ക് പോകട്ടെ, മുകളിലത്തെ വിശേഷങ്ങളൊക്കെ ഒന്ന് കണ്ടു നോക്കട്ടോ. ഇത് സ്റ്റെയർ കേസിന് ഇരുമ്പ് കൊണ്ട് അടുത്ത് ചെയ്തിട്ടുള്ളത്. ഇതിനകത്ത് വുഡിൻ്റെ പെയിൻറ്റ് കൊടുത്തതാണ്. ഇവിടെ താഴെ ഗ്ലാസ്സാണ് കൊടുത്തിട്ടുള്ളത്. സ്റ്റെപ്പിലൊക്കെ ഉപയോഗിച്ചിട്ടുള്ളത് ലംബോത്ര ടൈലാണ് കേട്ടോ ഉപയോഗിച്ചിട്ടുള്ളത്. ബ്രൗൺ കളറാട്ടോ ഉപയോഗിച്ചിട്ടുള്ളത്. ഇവിടെ മുകളിൽ ഇങ്ങനെ ഓപ്പൺ ആക്കി കൊടുത്താൽ ഗ്ലാസ് ഇട്ട് കൊടുത്തേക്കാണ്. അപ്പോൾ വെളിച്ചമൊക്കെ കൂടുതലായിട്ട് കിട്ടാനൊക്കെ നിങ്ങൾ സുഖമാണ് കേട്ടോ. ചുമരിൽ 2 സൈഡിലും ഇങ്ങനെ ഓപ്പൺ ആക്കി കൊടുത്തിട്ടുണ്ട്. വുഡിൻ്റെ പെയിൻറ്റ് കൊടുത്താട്ടോ ഇതൊക്കെ. ഇനി സ്റ്റെപ്പ് കയറി വരുന്നിടത്ത് ഇങ്ങനെ വുഡിൻ്റെ ടൈലാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇതൊരു ചെറിയൊരു വഴി പോലെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഈ ബ്ലാക്ക് ഡോറ് കാണുന്നില്ല, അത് ബെഡ്റൂമാണ് കേട്ടോ. മുകളിൽ 2 ബെഡ്റൂമാണുള്ളത്. ഇവിടെ മുകളിൽ ഡോറിന് മാത്രമേ കളറിൽ മാറ്റം വരുത്തിയിട്ടുള്ളൂ. ബാക്കിയൊക്കെ സെയിം താഴത്തെ അതേ സെയിം പാറ്റേൺ തന്നെ ഉപയോഗിച്ചിട്ടുള്ളത്. ഡോറിൽ മാത്രം ബ്ലാക്ക് കളർ ഉപയോഗിച്ചു എന്നുള്ളൂ. ഈ ഡോറ് പുറത്തേക്കുള്ള സിറ്റ് ഔട്ടാണ് കേട്ടോ. ഈ ഒരു ബെഡ്റൂമിന് കണക്ട് ചെയ്ത് കൊണ്ടാണ് ഈ സിറ്റ് ഔട്ട് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതിൽ കോമൺ ആയിട്ടുള്ളൊരു സിറ്റ് ഔട്ട് ഈ വീട്ടിൽ ചെയ്തിട്ടില്ല കേട്ടോ. ഈ ചുമരിലൊരു ഹോള് കൊടുത്തിട്ടുണ്ട്. മുകളിലൊക്കെ ലൈറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. തറയിൽ വുഡിൻ്റെ ടൈലാണ് ഉപയോഗിച്ചിട്ടുള്ളത്. AP പൈപ്പ് ഉപയോഗിച്ചാട്ടോ ഈ ഒരു ഗ്രില്ല് ചെയ്തിട്ടുള്ളത്. ഈ ഒരു സൈഡാണ് ബ്ലാക്ക് ആൻഡ് കോമ്പിനേഷനിൽ ചെയ്തിട്ടുള്ളത് കേട്ടോ. ഈ ഒരു സൈഡിൽ 2 ഹോൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ ചുമരിൽ. ഇത് സിറ്റോൺ ഡോറിൻ്റെ ഫ്രണ്ട് വ്യൂ ആണ് കേട്ടോ. ഈ ലൈറ്റിൻ്റെ ഭംഗി ഇവിടെ നിന്നാണ് കേട്ടോ കൂടുതൽ മനസ്സിലാവണത്. ഇതൊരു ഒരു ബോൾ ടൈപ്പിലുള്ള ലൈറ്റാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇവിടെ ഈ ഒരു ചുമരിൽ വിൻഡോ ഉണ്ട്. താഴേക്ക് നോക്കുമ്പോൾ അതിൻ്റെ ആ ലൈറ്റിൻ്റെ ഒരു സിംഗിൾ ലൈറ്റാണ് താഴെ കൊടുത്തിട്ടുള്ളത്. ഈ ഭാഗത്ത് വുഡൻ ടൈലിൻ്റെ ലാസ്റ്റ് ഈ ഡോറ് കാണുന്നത് ഓപ്പൺ ഏരിയ ആണ് കേട്ടോ. ഈ ഹാളിലാണ്, മുകളിലത്തെ ഹാളിലാണ് TV സെറ്റ് ചെയ്തിട്ടുള്ളത്. ഈ ഹാളിലൊരു സോഫയും സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതാണ് മുകളിലത്തെ 2ാമത്തെ ബെഡ്റൂം. അടുത്ത് നമുക്ക് ഈ വീടിൻ്റെ രാത്രികത്തെ കുറച്ച് വീഡിയോസ് കാണാം കേട്ടോ. ഈ വീടിൻ്റെ ഗേറ്റിന് ഉപയോഗിച്ച ഡെക്കോഡാണ് കേട്ടോ ഉപയോഗിച്ചിട്ടുള്ളത്. ലിവിങ് ഏരിയയിൽ പാർട്ടീഷൻ ചെയ്ത ആ മെറ്റീരിയൽ തന്നെയാണ് ഇതിന് ഉപയോഗിച്ചിട്ടുള്ളത്.
ഇന്നത്തെ ഈ വീടിൻ്റെ വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നുണ്ട്. അപ്പോൾ എന്തായാലും വീഡിയോ എടുക്കുമ്പോൾ കുറേ തെറ്റുകളൊക്കെ പറ്റുന്നുണ്ട്. അത് കഴിയുന്നത്രയും ശരിയാക്കാൻ നോക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ക്ഷമിച്ച് കാണ്ട് നിങ്ങളെ സപ്പോർട്ട് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും നിങ്ങളെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ എന്തായാലും എന്നെ അറിയിക്കണം കേട്ടോ. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ അസ്സലാമു അലൈക്കും.